ഹായ് ഓൾ. ഇപ്പം അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് FCIയുടെ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കലിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം 2025 തുടക്കത്തിലാണ് ഇത്ര നമ്പർ ഓഫ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തു ഇതിന് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തതും നമ്മൾ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തതും. അപ്പോൾ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഡിലേ ആവുന്നത് സംബന്ധിച്ച് സ്റ്റുഡൻസിനെല്ലാം എന്താണ് നോട്ടിഫിക്കേഷൻ വരാത്തത്, ഇനിയും വൈകുമോ, നോട്ടിഫിക്കേഷൻ വരുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് ഉണ്ട്. പക്ഷേ നോട്ടിഫിക്കേഷൻ എന്തായാലും വരിക തന്നെ ചെയ്യും. കാരണം ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരേണ്ട ടൈം തന്നെയാണ്. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ വരിക തന്നെ ചെയ്യും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയായിരിക്കും ഇതിൻ്റെ എക്സാംസ് നടക്കാൻ പോകുന്നത്. കാരണം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, പുതിയൊരു നോട്ടിഫിക്കേഷൻ FCIയുടെ വന്നിരുന്നു ഫുഡ് അനലിസ്റ്റിൻ്റെ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ അതിൻ്റെ എക്സാം ഡേറ്റ് ഉൾപ്പെടെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷനും എക്സാം ഡേറ്റും തമ്മിൽ വലിയ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു മാസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ നോട്ടിഫിക്കേഷനും എക്സാമും തമ്മിൽ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ എന്തായാലും എക്സാംസും നടക്കും. അപ്പോൾ ടെക്നിക്കൽ ഉദ്യോഗാർത്ഥികളായി നിങ്ങൾ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് CBT 1 എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മറ്റ് SSC RRB പോലുള്ള എക്സാംസുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ CBT 1 സിമിലർ ആണ് അസിസ്റ്റന്റ് ഗ്രേഡ് 3യുടെ CBT 1 എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം SSCക്ക് വരുന്ന സെയിം ടോപ്പിക്കുകളാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് തുടങ്ങിയവ. അപ്പോൾ ഈ സെയിം ടോപ്പിക്കുകൾ തന്നെയാണ് നമ്മുടെ CBT 1 വരുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കുകൾ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് നല്ല ടഫായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ടെക്നിക്കലായിട്ട് പഠിച്ചവരെ സംബന്ധിച്ച് ഈ ജനറൽ ടോപ്പിക്സ് പഠിക്കുന്നത് കുറച്ച് ടഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടുന്ന ടൈം മാക്സിമം ഈ ഒരു സെഷൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് CBT 1 പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾ ടെക്നിക്കൽ സബ്ജക്ട്സ് എഴുതാൻ പറ്റുന്ന CBT 2ലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ടൈം മാക്സിമം നിങ്ങൾ CBT 1 നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ അഡീഷണൽ കിട്ടുന്ന ടൈമുകളെല്ലാം തന്നെ CBT 1 നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മറ്റൊരു ഗുണം കൂടി കിട്ടുന്നത് ബാക്കിയുള്ള ജനറൽ എക്സാംസ് ആയ SSC, റെയിൽവേ പോലുള്ള എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചും +2 ക്വാളിഫിക്കേഷൻ വെച്ചും ഒക്കെ ഒരുപാട് എക്സാംസ് വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ എക്സാംസും എഴുതാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ CBT 2 എഴുതണം എന്നുണ്ടെങ്കിൽ CBT 1 പാസ്സാവണം. അപ്പോൾ CBT 2ലേക്ക് വരുമ്പോൾ നിങ്ങൾ ടെക്നിക്കൽ സബ്ജക്ട്സുകളാണ് വരുന്നത്. അഗ്രികൾച്ചർ, ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ് തുടങ്ങിയ നിങ്ങൾ ടെക്നിക്കൽ സബ്ജക്ട്സുകളാണ് വരുന്നത്. അപ്പോൾ എക്സാം ഡിലേ ആവുന്നു, നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത്. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്തായാലും മുന്നോട്ട് തന്നെ കൊണ്ടുപോകുക. നോട്ടിഫിക്കേഷൻ എന്തായാലും വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടൻ തന്നെയും എക്സാമും കണ്ടക്ട് ചെയ്യും. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഒന്നും ഈ എക്സാമിന് കിട്ടുകയില്ല. മാക്സിമം 30 ഡേയ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനായിട്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈമിനുള്ളിൽ എന്തായാലും ഒരു ടെക്നിക്കൽ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ജനറൽ ടോപ്പിക്സ് പഠിച്ചു തീർക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ടൈമുകളെല്ലാം തന്നെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ ഈ ജനറൽ ടോപ്പിക്സുകൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ടെക്നിക്കൽ സബ്ജക്ട്സും പഠിക്കുക. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ അസിസ്റ്റന്റ് ഗ്രേഡ് 3യുടെ ടെക്നിക്കലിൻ്റെ കോഴ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.